Hi students. അപ്പോൾ നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പാർട്ടിൽ കുറേ റിസൾട്ട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു നമ്മൾ പഠിച്ച റിസൾട്ട്? നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആ ട്രയാങ്കിളിന്റെ രണ്ട് മിഡ് പോയിന്റ്സിലൂടെ, രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ്സിലൂടെ നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? ആ ലൈന് നമ്മളെ തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും. അതുപോലെ ആ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തേർഡ് സൈഡിന്റെ ഹാഫ് ആയിരിക്കും. ആ ഒരു റിസൾട്ട് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ പ്രോബ്ലംസ് നോക്കാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഇൻ ദ പിക്ചർ ദ മിഡ് പോയിന്റ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ജോയിൻഡ് ടു ഫോം എ സ്മോളർ ട്രയാങ്കിൾ ഇൻസൈഡ്. ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് വേറൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ചിത്രത്തിൽ ഒരു ത്രികോണത്തിന്റെ വശത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് മറ്റൊരു ത്രികോണം വരച്ചിരിക്കുന്നു. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്താണ്ട് നമ്മൾ വേറൊരു ട്രയാങ്കിൾ എന്താണ് വരച്ചിട്ടുണ്ട്. ഇനി എന്താ നമ്മളെ ക്വസ്റ്റ്യൻ? How many times the perimeter of the small triangle is the perimeter of the larger triangle? What about their areas? അപ്പം നമ്മളെ കയ്യിൽ ചെറിയ ട്രയാങ്കിളും ഉണ്ട്, വലിയ ട്രയാങ്കിളും ഉണ്ട്. ഇനി നമ്മളോട് പറഞ്ഞത് perimeter of the smaller triangle is the perimeter of the larger triangle. ലാർജ് ട്രയാങ്കിളിന്റെ എത്ര ടൈംസ് ആണ് സ്മോളർ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ? ലാർജ് ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ എത്ര ടൈംസ് ആണ് സ്മോളർ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ? അതുപോലെ വാട്ട് അബൌട്ട് ദെയർ ഏരിയാസ്, അതിന്റെ ഏരിയയും എത്രയായിരിക്കും എന്നാണ്. അപ്പൊ നമുക്ക് ഇതിന് നെയിം കൊടുക്കാം. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ ABC. വലിയ ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ ABC. ഇനി ചെറിയ ട്രയാങ്കിളിന് നമുക്ക് നെയിം കൊടുക്കാം PQR. ഓക്കെ, അപ്പൊ വലിയ ട്രയാങ്കിൾ ABC, ചെറിയ ട്രയാങ്കിൾ PQR. ഇനി എന്താ മക്കളെ പെരിമീറ്റർ, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ സൈഡ്സും ആഡ് ചെയ്യാം അല്ലെ? അപ്പൊ നമ്മളെ വലിയ ട്രയാങ്കിൾ ആയ ട്രയാങ്കിൾ ABCയുടെ പെരിമീറ്റർ എന്തായിരിക്കും? ട്രയാങ്കിൾ ABCയുടെ പെരിമീറ്റർ എന്തായിരിക്കും? എല്ലാ സൈഡ്സും ആഡ് ചെയ്യുക. എന്ത് വരും? AB പ്ലസ് BC പ്ലസ് AC, AB പ്ലസ് BC പ്ലസ് AC. ഇനി അതുപോലെ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? ട്രയാങ്കിൾ PQR. ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? PR പ്ലസ് RQ പ്ലസ് PQ. എല്ലാ സൈഡ്സും ആഡ് ചെയ്യുക. PR പ്ലസ് RQ പ്ലസ് PQ, അല്ലെങ്കിൽ QP എന്ന് എഴുതിയാലും മതി, PQ. അപ്പം എല്ലാ സൈഡ്സും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പെരിമീറ്റർ കിട്ടുക അല്ലേ? ഇനി നമുക്കറിയാം ഇവിടെ AB എന്ന് പറഞ്ഞത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ AB എന്ന് പറഞ്ഞത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മുടെ PQ എന്തായിരിക്കും? അതിന്റെ ഹാഫ് ആയ 5 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ? ഇനി സപ്പോസ് QR എന്ന് പറഞ്ഞത് 4 സെന്റിമീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും? BC, നമ്മളെ BC അല്ല AC. QR എന്ന് പറഞ്ഞത് 4 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മളെ AC എന്തായിരിക്കും? 8 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി സപ്പോസ് PR എന്ന് പറഞ്ഞത് 6 ആണെങ്കിൽ നമ്മളെ BC എന്തായിരിക്കും? 12 ആയിരിക്കും. വലിയ സൈഡിന്റെ ഹാഫ് ആയിരിക്കും ചെറിയ സൈഡ്. അത് നമ്മൾ ഓൾറെഡി നമ്മളെ റിസൾട്ട് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ? പഠിച്ചിട്ടുണ്ട് വലിയതിന്റെ ഹാഫ് ആണ് ചെറിയത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? ഹൗ മെനി ടൈംസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ? വാട്ട് അബൌട്ട് ദെയർ ഏരിയാസ്? അപ്പൊ സ്മോൾ ട്രയാങ്കിളിനേക്കാളും എത്രയാണ് ലാർജ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ? സ്മോൾ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിനേക്കാളും. നമുക്കറിയാം P എന്ന് പറഞ്ഞത് ABയുടെ മിഡ് പോയിന്റ് ആണ്, R എന്ന് പറഞ്ഞാൽ BCയുടെ മിഡ് പോയിന്റ് ആണ്, ACയുടെ മിഡ് പോയിന്റ് ആണ് Q. അതുകൊണ്ട് ABയുടെ ഹാഫ് ആയിരിക്കും QR, അതുപോലെ PR എന്ന് പറഞ്ഞത് ACയുടെ ഹാഫ് ആയിരിക്കും, അതുപോലെ QP എന്ന് പറഞ്ഞത് BCയുടെ ഹാഫ് ആയിരിക്കും. അപ്പൊ വലിയ ട്രയാങ്കിളിന്റെ ഹാഫ് അല്ലേ ചെറിയ ട്രയാങ്കിൾ? യെസ്. അപ്പൊ അതിന്റെ പെരിമീറ്റർ എങ്ങനെ വരും? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ എന്ത് വരും? പെരിമീറ്റർ ഓഫ്
സ്മോളർ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് സ്മോളർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാല് വലിയ ട്രയാങ്കിളിന്റെ ഹാഫ് ആയിരിക്കും. അപ്പം ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഓഫ് ലാർജർ ട്രയാങ്കിൾ, പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ. ലാർജ് ട്രയാങ്കിളിന്റെ ഹാഫ് ആയിരിക്കും സ്മോൾ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. ഇനി തിരിച്ചാണെങ്കിലോ പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ എന്തായിരിക്കും? പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ. പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല് സ്മോളർ ട്രയാങ്കിളിന്റെ ഡബിൾ അല്ലേ? ഇവിടെ ഹാഫ് ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് വരുമ്പോ 2 അല്ലേ? അപ്പൊ 2 ഇൻറ്റു പെരിമീറ്റർ ഓഫ് സ്മോളർ ട്രയാങ്കിൾ അല്ലേ? അപ്പം പെരിമീറ്റർ ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ലാർജ് ട്രയാങ്കിളിന്റെ ഹാഫ് ആയിരിക്കും. പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സ്മോളർ ട്രയാങ്കിളിന്റെ 2 ടൈംസ് ആയിരിക്കും അല്ലെ? അപ്പൊ സപ്പോസ് സ്മോളർ ട്രയാങ്കിൾ 5 ആണ്, അപ്പൊ ലാർജ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? സ്മോളർ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 5 ആണെങ്കിൽ 5 ഇൻറ്റു 2 10. ഇനി സപ്പോസ് പെരിമീറ്റർ ഓഫ് സ്മോളർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 6 ആണ്, അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 6 ആണ്, അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ഓഫ് സ്മോളർ ട്രയാങ്കിൾ എന്തായിരിക്കും? ഹാഫ് ഓഫ് പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ, 6ന്റെ ഹാഫ് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പം പെരിമീറ്റർ ഓഫ് സ്മോളർ ട്രയാങ്കിളും പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിളും നമ്മളെ കയ്യിലുണ്ട്. കാരണം നമ്മൾ എന്താ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട്, വലിയ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ചെറിയ ട്രയാങ്കിൾസ് ഡ്രോ ചെയ്തത്. ഓക്കെ, ഇനി എന്താ നമ്മളോട് ചോദിച്ചത്? വാട്ട് അബൌട്ട് ദെയർ ഏരിയാസ്? പെരിമീറ്റർ മാത്രമല്ല ഏരിയയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ഏരിയ ചെയ്യാന് ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ വലിയ ട്രയാങ്കിളിന്റെ ഏരിയനേക്കാളും എത്ര ടൈംസ് ആണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഒരു റിസൾട്ട് ഉണ്ട്. നമ്മൾ ഓൾറെഡി ക്ലാസ്സസിൽ മുന്നേ നമ്മൾ പഠിച്ച റിസൾട്ട് ആണ്. ഓക്കെ, അപ്പം എന്താണ് റിസൾട്ട്? ഏരിയ ഓഫ് സിമിലർ ട്രയാങ്കിൾ, ഏരിയ ഓഫ് സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ സിമിലർ ഒരുപോലെയുള്ള 2 ട്രയാങ്കിൾസിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ratio of its corresponding sides, ratio of its corresponding sides. ഇതാണ് നമ്മളെ റിസൾട്ട്. ഇത് നമ്മളൊരു റിസൾട്ട് ആണ്, മുന്നേ ഒക്കെ പഠിച്ച റിസൾട്ട് ആണ്. ഇതെന്താന്ന് വെച്ചാല് നമുക്ക് 2 സിമിലർ ട്രയാങ്കിൾ, ഒരുപോലത്തെ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതെന്തിന് ഈക്വൽ ആണ്? സ്ക്വയർ ഓഫ് റേഷ്യോ, അതിന്റെ റേഷ്യോയുടെ സ്ക്വയറിന് ഈക്വൽ ആണ് അതിന്റെ ബാക്കിയുള്ള കറസ്പോണ്ടിങ് സൈഡ്സ്. ദാറ്റ് മീൻസ് ഒന്നുമില്ല, നമുക്കറിയാം ഈ ട്രയാങ്കിൾ PQR എന്ന് പറഞ്ഞ ട്രയാങ്കിള് ABC-യുടെ മിഡ് പോയിന്റ്സ് യൂസ് ചെയ്ത് വരച്ച ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഈ 2 ട്രയാങ്കിൾസും സിമിലർ ആണ്. ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQR-ഉം സിമിലർ ട്രയാങ്കിൾ ആണ്. 2 സിമിലർ ട്രയാങ്കിൾസിന്റെ ട്രയാങ്കിൾസ് എന്താ പറഞ്ഞത്? അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് സ്ക്വയർ ഓഫ് ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് കറസ്പോണ്ടിങ് സൈഡ്സ് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കറിയാം റേഷ്യോ എന്താണ്? വലിയ ട്രയാങ്കിൾ ഇപ്പം 10 ആണെങ്കിൽ ഇവിടെ ആ ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ് 5 ആയിരിക്കും. ദാറ്റ് മീൻസ് 10:5. ഇറ്റ് ഈസ് ഓൾവേസ് 2:1. അതിന്റെ റേഷ്യോ എന്തായിരിക്കും? 2:1. അഥവാ 5:10 എന്ന് പറയുമ്പോൾ 1:2 അല്ലേ? അപ്പം നമുക്കറിയാം എപ്പോഴും വലിയ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും ചെറിയ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സിന്റെയും ഹാഫ് ആണ് എന്ന് നമുക്കറിയാം അല്ലേ? അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ റേഷ്യോന്റെ സ്ക്വയർ ആണ് എന്ത്? സ്ക്വയറിന് ഈക്വൽ ആണ് ആ 2 ട്രയാങ്കിൾസും സിമിലർ ആണെങ്കിൽ അതിന്റെ ഏരിയ എന്നാണ് പറഞ്ഞത്. 2 ട്രയാങ്കിൾസും സിമിലർ ആണ് കാരണം വലിയ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെറിയ ട്രയാങ്കിൾ ഡ്രോ ചെയ്തത്. മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് വരച്ചത്. അപ്പൊ ആ 2 ട്രയാങ്കിളും സിമിലർ ആണ്. അപ്പൊ അതിന്റെ ഏരിയ എന്തായിരിക്കും? അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ റേഷ്യോന്റെ സ്ക്വയർ ആയിരിക്കും. നമുക്കറിയാം വലിയ ട്രയാങ്കിളിന്റെ ഹാഫ് ആണ് ചെറിയ ട്രയാങ്കിൾ വരിക. അപ്പൊ അതിന്റെ റേഷ്യോ 2:1 അല്ലെങ്കിൽ 5:10 ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? 1:2.
1:2 ആണ് അതിന്റെ റേഷ്യോ വരുന്നത്. അപ്പം അതിന്റെ റേഷ്യോ 1:2 ആണെങ്കിൽ 1/2 എന്ന് എഴുതി കൂടെ? യെസ്, 1/2. അപ്പൊ റേഷ്യോന്റെ സ്ക്വയർ എന്നാണ് പറഞ്ഞത്. ഏരിയ എന്ന് പറഞ്ഞാൽ റേഷ്യോന്റെ സ്ക്വയർ വരും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു 1/2 സ്ക്വയർ എന്ന് വരും അല്ലെ? 1/2 സ്ക്വയർ. റേഷ്യോ 1:2 ആണ്. അപ്പൊ 1/2ന്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1/4. അപ്പം ഏരിയ ഓഫ് സ്മോളർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്മോളർ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ. ലാർജ് ട്രയാങ്കിളിന്റെ 1/4 ആണ് സ്മോളർ ട്രയാങ്കിളിന്റെ ഏരിയ. ഇനി തിരിച്ചാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ലാർജ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഏരിയ ഓഫ് സ്മോളർ ട്രയാങ്കിൾ. ഏരിയ ഓഫ് സ്മോളർ ട്രയാങ്കിൾ. ഓക്കെ. അപ്പം ഇപ്പൊ സപ്പോസ് നമുക്ക് സ്മോളർ ട്രയാങ്കിൾ 5 ആണ് തന്നത് എന്ന് വിചാരിക്കാം. സ്മോളർ ട്രയാങ്കിളിന്റെ ഏരിയ. അങ്ങനെയാണെങ്കിൽ ലാർജ് ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? 4 ഇൻറ്റു 5 വിച്ച് ഈസ് ഈക്വൽ ടു 20 എന്ന് വരും. ഓക്കെ. ഇനി സപ്പോസ് ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ 16 ആണ് തന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ 16 ആണെങ്കിൽ ഏരിയ ഓഫ് സ്മോളർ ട്രയാങ്കിൾ എന്തായിരിക്കും? 16/4 എന്ന് വരും. 4. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് ഏരിയ. നമ്മളെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. നമ്മൾ എന്താ ചോദിച്ചത്? ഹൗ മെനി ടൈംസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ലാർജർ ട്രയാങ്കിൾ, വാട്ട് അബൌട്ട് ദെയർ ഏരിയാസ്? അപ്പൊ പെരിമീറ്റർ ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ലാർജ് ട്രയാങ്കിളിന്റെ ഹാഫ് ആണ്. അതുപോലെ പെരിമീറ്റർ ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സ്മോളർ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ 2 ടൈംസ് ആണ്. ഇനി ഏരിയ ആണെങ്കിലോ, ഏരിയ നമുക്ക് എങ്ങനെയാ കിട്ടിയത്? രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണ് നമുക്കറിയാം. കാരണം വലിയ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് ചെറിയ ട്രയാങ്കിൾ വരച്ചത്. അപ്പൊ ആ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണ്. രണ്ട് സിമിലർ ട്രയാങ്കിൾസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ എന്തിന് ഈക്വൽ? അതിന്റെ റേഷ്യോന്റെ സ്ക്വയറിന് ഈക്വൽ ആണ്. റേഷ്യോ നമുക്കറിയാം 1:2 ആണ്. കാരണം വലിയ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ട്രയാങ്കിളിന്റെ ഹാഫ് ആണ്. അപ്പം 1:2 ആണ് റേഷ്യോ. ദാറ്റ് മീൻസ് 1/2 ആണ് വരിക. അതുകൊണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്മോളർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 1/4 ഇൻറ്റു ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ. ഇനി ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഏരിയ ഓഫ് സ്മോളർ ട്രയാങ്കിൾ. അപ്പൊ നമ്മളെ ആൻസറിലോട്ട് എത്തി. ഓക്കെ. Then next question. See these pictures. നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ? ഈ ചിത്രങ്ങൾ നോക്കൂ. വാട്ട്സ് അവർ ക്വസ്റ്റ്യൻ? എന്താ നമ്മളെ ക്വസ്റ്റ്യൻ? The first picture is that of a triangle cut out from a sheet of paper. ഇതാണ് നമ്മളെ ഫസ്റ്റ് പിക്ചർ. ഈ ഫസ്റ്റ് പിക്ചർ നമ്മൾ എന്താണ്? ഒരു പേപ്പറിന് കട്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ എടുത്തതാണ്. ഇനി സെക്കൻഡ് പിക്ചർ എന്താ? The second one shows it with the small triangle in the middle. നമ്മൾ കട്ട് ചെയ്ത ഈ വലിയ ട്രയാങ്കിളിന് നമ്മൾ എന്താണ്? ഒരു ചെറിയ ട്രയാങ്കിളും കൂടെ കട്ട് ചെയ്തു. അതാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. ഓക്കെ. ഈ വലിയ ട്രയാങ്കിളിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ചെറിയ ട്രയാങ്കിളും കൂടെ കട്ട് ചെയ്തു. joining the midpoints of the sides cut off from the large triangle. Large triangle ന്റെ midpoints join ചെയ്തിട്ടുള്ള triangle ആണ് നമ്മൾ കട്ട് ചെയ്തത്. What about third picture? The third picture shows such middle pieces cut off from each of the small triangle in the second picture. Second pictureലുള്ള ഈ മൂന്ന് triangleന്റെയും മിഡ് പോയിന്റ് യൂസ് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾസ് അഗെയിൻ നമ്മൾ കട്ട് ചെയ്തു. അപ്പൊ ഇതിൽ നമ്മൾ ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്തു, ഇതിൽ നിന്നും ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്തു, ഇതിൽ നിന്നും ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്തു. ഓക്കെ. എന്താണ്? കടലാസിൽ വെട്ടിയെടുത്ത ഒരു ത്രികോണമാണ് ആദ്യ ചിത്രം. ഫസ്റ്റത്തെ ചിത്രം നമ്മൾ കടലാസിൽ നിന്ന് വെട്ടിയെടുത്ത ഒരു ത്രികോണം. അതിൽ നിന്ന് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന നടുവിലെ ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ആ വലിയ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് കട്ട് ചെയ്താണ്ട് ഒരു ചെറിയ ത്രികോണം കൂടെ അതിനെ കട്ട് ചെയ്തു. ഇതിലെ മൂന്ന് ത്രികോണങ്ങളിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണം വെട്ടിമാറ്റിയതാണ് മൂന്നാമത്തെ ചിത്രം. ഇനി ഇവിടെ നമുക്ക് 3 ട്രയാങ്കിൾസ് ഉണ്ട്. അതിന്റെ മിഡ് പോയിന്റ്സ് കട്ട് ചെയ്താണ്ട് നമ്മൾ എന്താണ്? 3 ചെറിയ ട്രയാങ്കിളും കൂടെ അതിൽ കട്ട് ചെയ്തു. ഓക്കെ. എന്താ നമ്മളെ ക്വസ്റ്റ്യൻ? What fraction of the area of the paper in the first picture is the area of the paper in the second picture? അപ്പം നമുക്കറിയാം അല്ലെ, ഇതൊന്നുമില്ല, ഈ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ എന്തായിരിക്കും? ആകെ ഒരു ട്രയാങ്കിൾ ആണ്. ഒരു ട്രയാങ്കിളിൽ ഒരു ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 1. ഇനി ഈ ട്രയാങ്കിൾ ആണെങ്കിലോ, ഈ ട്രയാങ്കിളില് നമുക്കറിയാം
ടോട്ടൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 3 4. ടോട്ടൽ 4 ട്രയാങ്കിൾസ് ഉണ്ട്. ഈ ടോട്ടൽ 4 ട്രയാങ്കിൾസിൽ നമ്മൾ കട്ട് ചെയ്തത് 1 ആണ് അല്ലേ? ഇനി കട്ട് ചെയ്യാത്ത എത്ര പാർട്സ് ഉണ്ട്? 3. കട്ട് ചെയ്യാത്തത് 3. അപ്പൊ 3/4. ഇനി എന്താ നമ്മളോട് ഏരിയ നമ്മളോട് ചോദിച്ചത്? എന്താ? ഏരിയ ഓഫ് ദ പേപ്പർ ഇൻ ദ ഫസ്റ്റ് പിക്ചർ ഈസ് ദ ഏരിയ ഓഫ് ദ പേപ്പർ ഇൻ ദ സെക്കൻഡ് പിക്ചർ. അപ്പം നമ്മൾ പേപ്പറിന്റെ ഏരിയ ആണ് ചോദിച്ചത്, വെട്ടി മാറ്റിയതല്ല നമ്മളോട് ചോദിച്ചത്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ സ്മോൾ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഇതാണ് നമ്മളെ ട്രയാങ്കിൾ. അപ്പൊ വലിയ 3 ട്രയാങ്കിൾസ് വീണ്ടും നമ്മൾ ചെറിയ ട്രയാങ്കിൾസ് കട്ട് ചെയ്തു അല്ലെ? അപ്പൊ ചെറിയ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? നമുക്ക് ഈ ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കാം. അതുപോലെ ഈ ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു. ദെൻ ഇതിങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു, ഇതിങ്ങനെ വരച്ചു, ഇതിങ്ങനെ വരച്ചു. ഇപ്പൊ നമ്മൾ നോക്കാം. അതുപോലെ ഈ ലൈൻ. ഇപ്പൊ നമ്മളെടുത്ത് എത്ര ചെറിയ ട്രയാങ്കിൾസ് ഉണ്ട്? ഇതാണ് ഇപ്പൊ നമ്മളെ ഫൈനൽ പിക്ചർ. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ എത്ര ചെറിയ ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ചെറിയ ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട് അല്ലെ? അതിൽ പേപ്പർ ഉള്ളത് എത്ര എണ്ണ? 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പം നമ്മൾ ചെറിയ പീസുകളാക്കി. അപ്പൊ ടോട്ടൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ടോട്ടൽ 16 എണ്ണം ഉണ്ട്. ആ 16 എണ്ണത്തിൽ നമ്മൾ കട്ട് ചെയ്തത് എത്ര എണ്ണ? 1 2 3 4 5 6 7 എണ്ണം കട്ട് ചെയ്തു. 7 എണ്ണം നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ബാക്കി 1 2 3 4 5 6 7 8 9/16. അപ്പൊ ആദ്യത്തെ 2 എണ്ണത്തിൻ്റെതാണ് നമ്മളോട് ചോദിച്ചത്. അതിന്റെ ഫ്രാക്ഷൻ നമ്മൾ എഴുതി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് അബൌട്ട് ഇൻ ദ തേർഡ് പിക്ചർ? തേർഡ് പിക്ചറിൽ നമുക്ക് ഇങ്ങനെ ചെറിയ ഇതാക്കുമ്പോൾ നമുക്ക് ചെറിയ ട്രയാങ്കിൾസിന് 9/16 16 പാർട്ടിൽ 9 എണ്ണാണ് നമ്മളെ പേപ്പറിൽ ഉള്ളത് എന്ന് എഴുതാം. ദെൻ what is the next question? Next നമ്മളോട് എന്താ ചോദിച്ചത്? A quadrilateral is drawn with the midpoints of the sides of a right triangle and its square corner as vertices. ഒരു മട്ടത്രികോണത്തിന്റെ മട്ടമൂലയും വശങ്ങളുടെ മധ്യബിന്ദുക്കളും മൂലകളായി ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നു. എന്താ? ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. എന്താ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ? 4 സൈഡ്സ് ഉള്ള ഫിഗേഴ്സിനൊക്കെ നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ഇപ്പൊ നമുക്ക് പറയാം സ്ക്വയർ ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്, റെക്ടാംഗിൾ ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്, ട്രപ്പീസിയം 4 സൈഡ് ഉള്ളതാണ്, അതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. ദെൻ നമുക്ക് കൈറ്റ് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്, പാരലലോഗ്രാം, അതുപോലെ റോംബസ്, അതൊക്കെ 4 സൈഡ്സ് ഉള്ളതാണ്, അതൊക്കെ ക്വാഡ്രിലാറ്ററൽ ആണ്. നമ്മളോട് പറഞ്ഞത് ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ റൈറ്റ് ആംഗിൾ ആയിരിക്കും അല്ലെ? അത് നമുക്കറിയാം. റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് നമ്മളൊരു ക്വാഡ്രിലാറ്ററൽ 4 സൈഡ്സ് ഉള്ള ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡ്സ് ഉള്ള ഫിഗറിനെയാണ്. അപ്പൊ ഒരു ക്വാഡ്രിലാറ്ററൽ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ നമ്മളോട് പറഞ്ഞത്? ആൻഡ് ഇറ്റ് സ്ക്വയർ കോർണർ ആസ് വെർട്ടീസസ്. അതിന്റെ സ്ക്വയർ കോർണർ ആണ് അതിന്റെ വെർട്ടീസസ്. അപ്പൊ നോക്കുക, ഇവിടെ ഈ ഒരു സൈഡിന്റെ മിഡ് പോയിന്റിലൂടെയാണ് നമ്മൾ ഇവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്തു. ഹൈപ്പട്ന്യൂസ് നമുക്കറിയാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നാൽ ആ റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആയിരിക്കും ഹൈപ്പട്ന്യൂസ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഹൈപ്പട്ന്യൂസിന്റെ മിടുന്ന് ഇങ്ങോട്ട് വരച്ചു, ഇങ്ങനെ മിടുന്ന്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ തന്നു. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ റെക്ടാംഗിൾ. നമ്മൾ വരച്ച ഈ ഒരു 4 സൈഡ്സ് ഉള്ള ഈ ഒരു ഫിഗർ ക്വാഡ്രിലാറ്ററൽ റെക്ടാംഗിൾ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ചതുർഭുജം ചതുരമാണെന്ന് തെളിയിക്കുക. അപ്പൊ ഈ ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം നമുക്ക് ചതുരം റെക്ടാംഗിൾ ആണെന്ന് തെളിയിക്കണം. അതാണ് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി എന്താ നമ്മളോട് സെക്കൻഡ് ചോദിച്ചത്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഏരിയ ഓഫ് ദ ട്രയാംഗിൾ ഈസ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ. ഇവിടെ ഫ്രാക്ഷൻ ട്രയാംഗിളിന്റെ ഏരിയ എന്താണ്? റെക്ടാംഗിളിന്റെ ഏരിയന്റെ ഫ്രാക്ഷൻ എത്രയാണ് എന്നാണ് ചോദിച്ചത്. ചതുരത്തിന്റെ പരപ്പളവ് ത്രികോണത്തിന്റെ പരപ്പളവിന്റെ എത്ര ഭാഗമാണ്? ഫ്രാക്ഷൻ ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ഒരു ക്വാഡ്രിലാറ്ററൽ റെക്ടാംഗിൾ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ റൈറ്റ് ട്രയാംഗിൾ ABC എന്ന് പറഞ്ഞൊരു റൈറ്റ് ട്രയാംഗിൾ തന്നിട്ടുണ്ട്. നമുക്കിവിടെ DEF എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം AC-യുടെ മിഡ് പോയിന്റ് ആയ D, AB-യുടെ മിഡ് പോയിന്റ് ആണ് F, BC-യുടെ മിഡ് പോയിന്റ് ആണ് E.
നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റെക്റ്റാങ്കിൾ ADEF എന്താണ്? സോറി, ADEF ഈസ് എ റെക്റ്റാങ്കിൾ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതൊരു റെക്റ്റാങ്കിൾ ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വി വാണ്ട് ടു പ്രൂവ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ADEF എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ ഒരു റെക്റ്റാങ്കിൾ ആണോ എന്നാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? നമുക്കറിയാം റെക്റ്റാങ്കിളിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയെന്ന് നോക്കാം. നമുക്കറിയാം റെക്റ്റാങ്കിളിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കൂലേ? യെസ്. അപ്പം ആംഗിൾ, ഈച്ച് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഇതാണ് നമുക്ക് റെക്റ്റാങ്കിളിനെ കുറിച്ച് അറിയാം. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് ഈ ക്വാഡ്രിലാറ്ററൽ ആയ ADEF ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ADEF എന്ന് പറഞ്ഞത് ഒരു റെക്റ്റാങ്കിൾ ആണ്. അപ്പൊ നോക്കാം, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണോ നോക്കാം. ദാറ്റ് മീൻസ് AF ഈസ് ഈക്വൽ ടു DE ആവണം. അതുപോലെ AD ഈസ് ഈക്വൽ ടു EF ആണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. അതുപോലെ ഓരോ ആംഗിളും, ആംഗിൾ A, ആംഗിൾ F, ആംഗിൾ E, ആംഗിൾ D, 4 ആംഗിളും 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കറിയാം ഇവിടെ DE എന്ന് പറഞ്ഞത്, ഈ DE എന്ന് പറഞ്ഞത് എന്താണ്? DE എന്ന് പറഞ്ഞത് AB-യുടെ ഹാഫ് അല്ലേ? AB-യുടെ ഹാഫ് അല്ലേ? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മിഡ് പോയിന്റ്സ്, റൈറ്റ് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ വരച്ചത് അല്ലേ? അപ്പം നമുക്കറിയാം AC, ഈ AC-ന്റെ മിഡ് പോയിന്റ് ആണ് D, BC-യുടെ മിഡ് പോയിന്റ് ആണ് E, AB-യുടെ മിഡ് പോയിന്റ് ആണ് F അല്ലേ? ഈ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രയാങ്കിളിന്റെ ഇതില്, നമ്മൾ ട്രയാങ്കിളിന്റെ ഡിവിഷനിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളെ ട്രയാങ്കിളില് മിഡ് പോയിന്റ്സ്, 2 മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ DE എന്ന് പറഞ്ഞത് എന്തിന് ഈക്വൽ ആണ്? അങ്ങനെയാണെങ്കിൽ DE ABക്ക് 2 സൈഡിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലലുമായിരിക്കും, മൂന്നാമത്തെ സൈഡിന്റെ ഹാഫുമായിരിക്കും DE എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പൊ നമുക്ക് പറയാം DE എന്ന് പറഞ്ഞാൽ ഹാഫ് AB ആണ്. AB-യുടെ ഹാഫ് ആണ് DE. കാരണം ഇത് 2 മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ച വരയാണ്. അത് നമ്മൾ ട്രയാങ്കിൾ ആയ ABക്ക്. ഈ ക്വാഡ്രിലാറ്ററിൽ നിങ്ങൾ നോക്കണ്ട, ഈ ഒരു ട്രയാങ്കിൾ നോക്കാം. ഈ ട്രയാങ്കിളില് ഇതാണ് DE, ഇതാണ് AB, ഇത് AB, ഇത് DE. അപ്പൊ ഈ AB എന്ന് പറഞ്ഞത് എന്താണ്? DEക്ക് പാരലൽ ആണ്. കാരണം ഇത് 2 മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര ഇതിന് പാരലൽ ആണ്. AB-യുടെ ഹാഫ് ആണ് DE. ഓക്കെ, അപ്പൊ DE എന്ന് പറഞ്ഞത് ഹാഫ് AB എന്ന് കിട്ടി. ഇനി നോക്കാം, F എന്ന് പറഞ്ഞാൽ AB-യുടെ മിഡ് പോയിന്റ് അല്ലേ? F is the midpoint of AB. F is the midpoint of AB. AB-യുടെ മിഡ് പോയിന്റ് ആണ് F. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? AF is equal to FB. AF-ഉം FB-യും ഈക്വൽ ആണ്. AF എന്ന് പറഞ്ഞാൽ AB-യുടെ ഹാഫ് അല്ലേ? യെസ്, AF എന്ന് പറഞ്ഞാൽ AB-യുടെ ഹാഫ് ആണ്. AF എന്ന് പറഞ്ഞാൽ AB-യുടെ ഹാഫ് ആണ്. അപ്പൊ നമ്മൾ നോക്കാം, ഈ DE-യും AB-യുടെ ഹാഫ് ആണ്, DF-ഉം AB-യുടെ ഹാഫ് ആണ്. DE-യും AB-യുടെ ഹാഫ് ആണ്, അതുപോലെ DF-ഉം AB-യുടെ ഹാഫ് ആണ്. DE എങ്ങനെ AB-യുടെ ഹാഫ് ആയത്? നമ്മൾ പഠിച്ച ഇത് വെച്ചിട്ട് DE ABക്ക് പാരലൽ ആയതുകൊണ്ട് AB-ന്റെ ഹാഫ് ആണ് DE. അതുപോലെ AF എങ്ങനെ AB-യുടെ ഹാഫ് ആയി? F എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ്, അതുകൊണ്ട് AF-ഉം FB-യും ഈക്വൽ ആണ്. സോ AF-ഉം AB-യുടെ ഹാഫ് ആണ്. അപ്പൊ രണ്ടും AB-യുടെ ഹാഫ് ആയതുകൊണ്ട് നമുക്ക് പറയാം DE is equal to AF. അതുകൊണ്ട് ഈ DE എന്ന് പറഞ്ഞ സൈഡും AF എന്ന് പറഞ്ഞ സൈഡും ഈക്വൽ ആയി. ഓക്കെ, അപ്പൊ ഈ 2 സൈഡും ഈക്വൽ ആണ്. അതുപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ AD-യും EF-ഉം ഈക്വൽ ആണ്. അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. AD ഈസ് ഈക്വൽ ടു EF. ഓക്കെ, അപ്പൊ ആ 2 സൈഡ്സും ഈക്വൽ ആണ്. കാരണം ഇത് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഇത് 2 മിഡ് പോയിന്റ്സിന് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആക്കി. ഇനി ഓരോ ആംഗിളും 90 ഡിഗ്രി ആണ്. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിൾ ABC. അപ്പൊ ഇവിടെ 90 ഡിഗ്രി അല്ലേ? യെസ്. ഇനി ഇത് ഈ മിഡ് പോയിന്റിന്ന് ഇങ്ങോട്ട്
ഈ ഒരു മിഡ് പോയിന്റിന് ഈ ഒരു മിഡ് പോയിന്റിലോട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് ഇതും 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ നമ്മൾ നോക്കുക, ഇങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ മിഡ് പോയിന്റിന്ന് ഇത് ഇങ്ങോട്ട് 90 ഡിഗ്രി, ഇതിന്റെ മിഡ് പോയിന്റ്, അപ്പൊ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണ്. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഓരോ ആംഗിളും 90 ഡിഗ്രി ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ട്രയാങ്കിൾ ADEF ഈസ് എ റെക്ടാങ്കിൾ. അത് റെക്ടാങ്കിൾ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. എങ്ങനെ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നും പ്രൂവ് ചെയ്തു, അതുപോലെ ഓരോ ആംഗിളും 90 ഡിഗ്രി ആണെന്നും നമ്മൾ പ്രൂവ് ചെയ്തു. അത് വെച്ചിട്ട് നമുക്ക് പറയാം ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ റെക്ടാങ്കിൾ നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി എന്താ ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ? എന്താ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം അല്ലെ, ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാല് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇനി ഇവിടുത്തെ റെക്ടാങ്കിൾ നോക്കുക, റെക്ടാങ്കിൾ ADEF. അപ്പൊ ഇവിടെ നമ്മളെ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് യൂസ് ചെയ്ത് വരച്ചതാണ് നമ്മളെ റെക്ടാങ്കിൾ ആയ ADEF അല്ലേ? അതിൽ D എന്ന് പറഞ്ഞാൽ AC-യുടെ മിഡ് പോയിന്റ് ആണ്, E എന്ന് പറഞ്ഞാൽ BC-യുടെ മിഡ് പോയിന്റ് ആണ്, F എന്ന് പറഞ്ഞാൽ AB-യുടെ മിഡ് പോയിന്റ് ആണ്. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ മിഡ് പോയിന്റ് യൂസ് ചെയ്ത് വരച്ചത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ലെങ്ത്തും ബ്രെഡ്ത്തും എന്താ? ഹാഫ് ഇൻറ്റു ഹാഫ്. ലെങ്ത്തും ഹാഫ് ആണ്, ബ്രെഡ്ത്തും ഹാഫ് ആണ് എന്ന് വരും. അതുകൊണ്ട് ഹാഫ് ഇൻറ്റു ഹാഫ് എന്ന് പറയുമ്പം 1/4. അപ്പം ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എന്ത് കിട്ടി? ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ, ട്രയാങ്കിളിന്റെ 1/4 ആണ് റെക്ടാങ്കിളിന്റെ ഏരിയ. അതുപോലെ ഇനി തിരിച്ചാണെങ്കിലോ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഏരിയ ഓഫ് റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ ആണല്ലേ വലുത്, അപ്പൊ റെക്ടാങ്കിളിന്റെ ഏരിയന്റെ 4 ടൈംസ് ആണ് ട്രയാങ്കിളിന്റെ ഏരിയ. അതുപോലെ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ /4 ആണ്. ഓക്കെ, അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഏരിയ ഓഫ് റെക്ടാങ്കിൾ. അപ്പൊ നമ്മളെ ഏരിയ ഓഫ് ട്രയാങ്കിളും ഏരിയ ഓഫ് റെക്ടാങ്കിളിന്റെയും നമുക്ക് എന്ത് പറയാം? 1/4 ആണ്, ഇതിൻ്റെത് 4 ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മളെ ഫിഗർ അല്ലേ? ട്രയാങ്കിൾ ABC ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതുപോലെ ഇവിടെ നമ്മളൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചു AFED. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു ഇവിടെ? ഈ AFED എന്ന് പറഞ്ഞത് ഒരു റെക്ടാങ്കിൾ ആണെന്ന് പറഞ്ഞു. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രാക്ഷൻ, റെക്ടാങ്കിളിന്റെയും ട്രയാങ്കിളിന്റെയും ഫ്രാക്ഷനും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി എന്താ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ 2 പിക്ചേഴ്സ് ബിലോ, നമുക്ക് താഴെ 2 പിക്ചർ തന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഷോസ് 2 triangles formed by joining the ends of a line to 2 points above it. എന്താണ് ഇതാണ് നമ്മളെ പിക്ചേഴ്സ്. അപ്പൊ ഈ 2 പിക്ചേഴ്സിലും ദ സെക്കൻഡ് വൺ ഷോസ് ദ ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ. എന്താ പറഞ്ഞത്? ചുവടെയുള്ള ആദ്യത്തെ ചിത്രത്തിൽ ഒരു വരയുടെ മുകളിലെ 2 കുത്തുകൾ വരയുടെ അറ്റങ്ങളുമായി യോജിപ്പിച്ച് 2 ത്രികോണങ്ങൾ വരച്ചിരിക്കുന്നു. കണ്ടോ? ഈ ഒരു വരന്റെ മേലെ നമ്മൾ 2 പോയിന്റ്, ഈ വരന്റെ മേലെ 2 പോയിന്റ് ഇട്ടു, എന്നിട്ട് അത് ജോയിൻ ചെയ്താണ്ട് നമുക്ക് 2 ത്രികോണങ്ങളുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ ത്രികോണങ്ങളുടെ ഇടതും വലതും വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു ചതുർഭുജവും. ഇനി എന്താണ് ഇവിടെ നമ്മൾ ഇതിന്റെ മിഡ് പോയിന്റും ജോയിൻ ചെയ്ത് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലേ? Joining the second one shows the quadrilateral formed by joining the midpoints of the left and right sides of this triangle. അപ്പൊ 2 ഫിഗേഴ്സും നമ്മളെ കയ്യിലുണ്ട്. എന്താ നമ്മളെ ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലലോഗ്രാം. ഈ ക്വാഡ്രിലാറ്ററൽ ഒരു പാരലലോഗ്രാം ആണോ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ പാരലലോഗ്രാം ആവണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? എന്താണ് പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ട്രയാങ്കിളിന് നെയിം കൊടുക്കുക, ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിൾ ABCയും അതുപോലെ ക്വാഡ്രിലാറ്ററലിന് നമുക്ക് നെയിം കൊടുക്കാം MNPQ.
ഓക്കെ, MNPQ എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇത് ഒക്കെ കൂടെ ജോയിൻ ചെയ്ത് ഈ പോയിന്റിൽ D എന്ന് കൊടുക്കാം. D. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലലോഗ്രാം. ഇത് പാരലലോഗ്രാം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഡിസ്ക്രൈബ് ദ പൊസിഷൻസ് ഓഫ് ദ പോയിന്റ്സ് ഓൺ ടോപ്പ് ഫോർ ദിസ് ക്വാഡ്രിലാറ്ററൽ ടു ബി. ആ ഒരു ക്വാഡ്രിലാറ്ററൽ, നമ്മളെ ക്വാഡ്രിലാറ്ററൽ ആയ MNPQ എന്ന് പറഞ്ഞത് ഒരു റോംബസ്, സമഭുജ സാമാന്തരികം ആണെന്നും റെക്റ്റാങ്കിൾ, ചതുരം, സ്ക്വയർ, സമചതുരമാണ് എന്നുള്ളതുമാണ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, ആ പോയിന്റ്സ് ക്വാഡ്രിലാറ്ററലിന്റെ വരുമ്പോ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇതിലോട്ട് കടക്കാം. പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലലോഗ്രാം. ആ ഒരു ക്വാഡ്രിലാറ്ററൽ പാരലലോഗ്രാം ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. എന്താണ് PQMN? ഈ ഒരു ഇത് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ആകെ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസ്, നമ്മൾ ട്രയാങ്കിളിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇപ്പം പഠിച്ചത്. അതുകൊണ്ട് ABC, ഈ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കുക ആദ്യം. ട്രയാങ്കിൾ ABC, കൺസിഡർ ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഏതൊക്കെയാ പാരലൽ? നമുക്കറിയാം AC-യുടെ ഇതെന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താ? സെക്കൻഡ് വൺ ഷോസ് ദ ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ലെഫ്റ്റ് സൈഡത്തെ മിഡ് പോയിന്റും റൈറ്റ് സൈഡത്തെ മിഡ് പോയിന്റും കൂടി ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വാഡ്രിലാറ്ററൽ വരച്ചത്. അപ്പം എന്താണ് ഈ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രയാങ്കിളിലെ രണ്ട് സൈഡത്തെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലലുമായിരിക്കും, മൂന്നാമത്തെ സൈഡിന്റെ ഹാഫുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം ട്രയാങ്കിൾ ABCയിലെ MN പാരലൽ ടു AB യുമാണ്, അതുപോലെ MN ഈസ് ഈക്വൽ ടു ഹാഫ് AB യുമാണ്. കാരണം എമ്മും എന്നും മിഡ് പോയിന്റ്സ് ആണ്. ആ രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ച വര MN എന്ന് പറഞ്ഞാൽ ABക്ക് പാരലലുമാണ്, MN എന്ന് പറഞ്ഞാൽ ABയുടെ ഹാഫുമാണ്. ഓക്കെ, അത് നമ്മളെ കയ്യിൽ കിട്ടി. അപ്പം ട്രയാങ്കിൾ ABC എന്നാണ് നമുക്കത് കിട്ടിയത്. ഇനി നമ്മൾ നോക്കാം. ഇനി അടുത്ത ട്രയാങ്കിൾ ADB. ഈ ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, ട്രയാങ്കിൾ ADB. അപ്പൊ ഈ ട്രയാങ്കിൾ ADBയില് നമുക്കറിയാം ADയുടെ മിഡ് പോയിന്റ് ആണ് P, അതുപോലെ DBയുടെ മിഡ് പോയിന്റ് ആണ് Q അല്ലേ? മിഡ് പോയിന്റ് ആണ് Q. അപ്പൊ ഇതിന്റെ മുന്നേ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇതിന്റെ മുന്നേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ആദ്യം എഴുതണം അല്ലെ നമ്മള്. അപ്പൊ ആദ്യം നമുക്ക് അത് എഴുതാം. വി വാണ്ട് ടു പ്രൂവ് നമ്മള് ഇതൊരു പാരലലോഗ്രാം ആണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. PQMN ഈസ് എ പാരലലോഗ്രാം. PQMN ഈസ് എ പാരലലോഗ്രാം. പാരലലോഗ്രാം ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രൂവ് ചെയ്യണം? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ PQ പാരലൽ ടു MN, PQ പാരലൽ ടു MN ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ PQ ഈസ് ഈക്വൽ ടു MN ആണെന്ന് പ്രൂവ് ചെയ്യണം. Then അതുപോലെ PM പാരലൽ ടു NQ, PM പാരലൽ ടു NQ ആണെന്ന് പ്രൂവ് ചെയ്യണം. PM ഈസ് ഈക്വൽ ടു NQ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഇനി നമ്മൾ എന്താണ് നമ്മളെ ട്രയാങ്കിളിലോട്ട് വരാം. ആദ്യം ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം, കൺസിഡർ ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്തു. ഈ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്തപ്പം ഈ ട്രയാങ്കിൾ ABCയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എമ്മും എന്നും മിഡ് പോയിന്റ് ആണ്. അത് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര MN പാരലൽ ടു AB ആണ്. MN പാരലൽ ടു AB ആണ്. അതുപോലെ എന്താ അറിയാം? MN ഈസ് ഈക്വൽ ടു ഹാഫ് AB ആണ് എന്നും അറിയാം. ഇനി അടുത്ത ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. MN ഈസ് ഈക്വൽ ടു ഹാഫ് AB ആണെന്ന് കിട്ടി. ഇനി അടുത്ത ട്രയാങ്കിൾ, ഈ ചെറിയ ട്രയാങ്കിൾ, ട്രയാങ്കിൾ ADB. കൺസിഡർ ട്രയാങ്കിൾ ADB. ട്രയാങ്കിൾ ADB.
ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ട്രയാങ്കിൾ എ ഡി ബി കൺസിഡർ ചെയ്യുമ്പോൾ എന്താ, ഈ ട്രയാങ്കിൾ എ ഡി ബി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം പിയും ക്യൂവും മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഈ പിയിൽ നിന്നും ക്യൂലോട്ട് നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര പി ക്യു. ഈ പി ക്യു എന്തിന് പാരലൽ ആയിരിക്കും? എ ബിക്ക് പാരലൽ ആയിരിക്കും. therefore പി ക്യു ഈസ് ഈക്വൽ ടു എ ബി. പി ക്യു ഈസ് ഈക്വൽ പി ക്യു പാരലൽ ടു എ ബി. അതുപോലെ പി ക്യൂന്റെ മെഷർമെന്റ് എന്തായിരിക്കും? പി ക്യു എന്ന് പറഞ്ഞാൽ പി ക്യു ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി. പി ക്യു ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി. അതുകൊണ്ട് എം എന്നും ഹാഫ് എ ബി ആണെന്ന് കിട്ടി, പി ക്യൂവും ഹാഫ് എ ബി ആണെന്ന് കിട്ടി. From 1 and 2 we have mn is equal to half ab, pq is equal to half ab. mn ഉം pq ഉം half ab ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും mn is equal to pq. mn ഉം pq ഉം ഈക്വൽ ആണ് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് mn ഉം pq ഉം ഈക്വൽ ആണ് എന്ന് കിട്ടി. mn is equal to pq. ഇവിടെ നമ്മളെ mn is equal to pq. mn is equal to pq ആണ് എന്ന് കിട്ടി. യെസ്, ഈ ഒരു ഇത് നമുക്ക് കിട്ടി. ഇനി mn പാരലൽ ടു pq ആണോ? pq പാരലൽ ടു mn ആണ്, pm പാരലൽ ടു nq ആണ് അല്ലെ. pn പാരലൽ ടു nq ആണ്. pq ഉം mn ഉം ഈക്വൽ അല്ലേ? pq ഉം mn ഉം ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ പി ക്യു പാരലൽ ടു എം എൻ ആയിരിക്കും. അതുകൊണ്ട് എം എൻ ഈസ് ഈക്വൽ ടു പി ക്യു ആണ്. അതുപോലെ പി ക്യു പാരലൽ ടു എ ബി ആണ്, എം എൻ പാരലൽ ടു എ ബി ആണ്. രണ്ടും എ ബിക്ക് പാരലൽ അല്ലേ? അതുകൊണ്ട് പി ക്യു പാരലൽ ടു എം എൻ ആണെന്നും കിട്ടി. എം എൻ പാരലൽ ടു പി ക്യു. അപ്പൊ ഇത് രണ്ടും നമുക്ക് കിട്ടി. കാരണം എം എൻ പാരലൽ ടു എ ബി ആണ്, പി ക്യു പാരലൽ ടു എ ബി ആണ്. രണ്ടും എ ബിക്ക് പാരലൽ ആയതുകൊണ്ട് എം എൻ പാരലൽ ടു പി ക്യു. അപ്പൊ അതും കിട്ടി. അപ്പൊ എം എൻ പാരലൽ ടു പി ക്യുവും കിട്ടി, പി ക്യു ഈസ് ഈക്വൽ ടു എം എന്നും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ നോക്കണം. പി എം പാരലൽ ടു എൻ ക്യു. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കാം. ഈ എം പി എന്ന് പറഞ്ഞ ഈ ഒരു ലൈന്, എം പി എന്ന് പറഞ്ഞ ഈ ലൈന്, എം എന്ന് പറഞ്ഞത് എ സിന്റെ മിഡ് പോയിന്റ് അല്ലേ? അതുപോലെ പി എന്ന് പറഞ്ഞത് എ ഡിയുടെ മിഡ് പോയിന്റ് അല്ലേ? അപ്പൊ എം പി എന്ന് പറഞ്ഞ ലൈന് രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ച വരയാണ് അല്ലെ? രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ച വര. അതുപോലെ എന്നും ക്യൂവും, എൻ എന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിന്റ് ആണ്, ക്യൂ എന്ന് പറഞ്ഞത് ബി ഡിയുടെ മിഡ് പോയിന്റ് ആണ്. രണ്ട് മിഡ് പോയിന്റ് ബി സിയുടെയും ഡി ബിയുടെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ച വരയാണ് എൻ ക്യൂ. അതുകൊണ്ട് ആ രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ച വര. അപ്പൊ രണ്ടും എം പിയും എൻ ക്യൂവും പാരലൽ ആയിരിക്കും. പി എം പാരലൽ ടു എൻ ക്യൂ. therefore പി എം പാരലൽ ടു എൻ ക്യൂ ആൻഡ് പി എം ഈസ് ഈക്വൽ ടു എൻ ക്യൂ. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? എം എൻ ഈസ് ഈക്വൽ ടു പി ക്യൂ എന്ന് കിട്ടി. അതുപോലെ എം എൻ പാരലൽ ടു പി ക്യൂ എന്ന് കിട്ടി. ദെൻ പി എം പാരലൽ ടു എൻ ക്യൂ എന്ന് കിട്ടി, പി എം ഈസ് ഈക്വൽ ടു എൻ ക്യൂ എന്ന് കിട്ടി. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ് എന്നുള്ള രണ്ട് കാര്യങ്ങളും കിട്ടി. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് എന്നുള്ള കാര്യവും കിട്ടി. therefore we can say that നമ്മളെ ഈ ഒരു ഫിഗറിൽ എന്ത് പറയാൻ പറ്റും? പി ക്യു എം എൻ ഈസ് എ പാരലലോഗ്രാം. therefore പി ക്യു എം എൻ ഈസ് എ പാരലലോഗ്രാം. പി ക്യു എം എൻ ഈസ് എ പാരലലോഗ്രാം. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു പി ക്യു എം എൻ പാരലലോഗ്രാം ആണ്. ഓക്കെ, ഇനി ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഡിസ്ക്രൈബ് ദ പൊസിഷൻസ് ഓഫ് ദ പോയിന്റ്സ് ഓൺ ടോപ്പ് ഫോർ ദിസ് ക്വാഡ്രിലാറ്ററൽ ടു ബി. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് റോംബസ് ആവുക, റെക്ടാംഗിൾ ആവുക, സ്ക്വയർ ആവുക എന്നുള്ളതാണ്. ഏത്? നമ്മളെ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ പി ക്യു എം എന്ന് പറഞ്ഞ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ എങ്ങനെയാണ് റോംബസ് ആവുക, എങ്ങനെയാണ് സ്ക്വയർ ആവുക, എങ്ങനെയാണ് നമ്മളെ റെക്ടാംഗിൾ ആവുക. അപ്പൊ അതാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്താ റോംബസ് ആവണമെങ്കിൽ ഇപ്പൊ നമ്മളെ ലൈൻ എ ബി, ഇതാണ് നമ്മളെ ലൈൻ എ ബി. അപ്പൊ ഈ ലൈൻ എ ബിയില് നമുക്ക് സിയും ഡിയും രണ്ട് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഇത് റോംബസ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇത് റോംബസ് ആവണമെങ്കിൽ ഈ സിയും ഡിയും എന്തായിരിക്കണം? ഇക്വി ഡിസ്റ്റൻസ്. സി ആൻഡ് ഡി ഇക്വി ഡിസ്റ്റൻസ് ഫ്രം എ. ഏന്ന് ഇക്വി ഡിസ്റ്റൻസ് ആയിരിക്കണം, ഏന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം റോംബസ് ആവണമെങ്കിൽ. അതുപോലെ എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബിയും ആയിരിക്കണം.
പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബിയും ആയിരിക്കണം, സിയും ഡിയും ഏത് ഇക്യു ഡിസ്റ്റൻസും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് റോംബസ് ആണ് എന്നുള്ളത് പറയാം. ഇനി റെക്ടാംഗിൾ ആണെങ്കിലോ, റെക്ടാംഗിൾ ആവണമെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മളെ എ ബി എന്ന് പറഞ്ഞ ലൈൻ ഇതാണ്. അപ്പം ഈ സിയും ഡിയും എന്തായിരിക്കണം, ഈ എന്റെയും ബിന്റെയും മേലെ ആയിരിക്കണ്ടേ സിയും ഡിയും, എന്നാലല്ലേ നമുക്ക് ഇത് റെക്ടാംഗിൾ ആവുള്ളൂ. ഓരോ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കണം. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആയിരിക്കണം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. അതുപോലെ ഈച്ച് ആംഗിൾ 90 ഡിഗ്രി. അപ്പം എന്തായിരിക്കണം, ഈ എന്റെയും ബിന്റെയും മേലെ ആയിരിക്കണം നമ്മളെ സിയും ഡിയും എന്ന് പറഞ്ഞ പോയിന്റ്, എന്നാൽ മാത്രമേ ഇതൊരു റെക്ടാംഗിൾ ആയിരിക്കുള്ളൂ. ദെൻ വാട്ട് അബൌട്ട് സ്ക്വയർ? സ്ക്വയർ ആണെങ്കിലോ, സ്ക്വയർ ആണെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കണം. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അതുപോലെ എല്ലാ ആംഗിൾസും എന്തായിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. എല്ലാ സൈഡ്സും ഈക്വല്, എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അതൊരു സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി എന്താ നമ്മളോട് തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേ, വുഡ് വി ഗെറ്റ് ഓൾ ദീസ് ഇഫ് വൺ പോയിന്റ് ഈസ് ടേക്കൺ അബോവ് ദ ലൈൻ ആൻഡ് വൺ ബിലോ? അപ്പം നമ്മൾ ഒന്ന് മേലെയും ഒന്ന് താഴെയും ആണ് പോയിന്റ് എടുത്തെങ്കിൽ അതൊരു ക്വാഡ്രിലാറ്ററൽ ആവുമോ എന്നാണ് ചോദിച്ചത്. വുഡ് വി ഗെറ്റ് ഓൾ ദീസ്, നമുക്ക് ഇത് ക്വാഡ്രിലാറ്ററൽ ഇതിൽ ഏതെങ്കിലും കിട്ടുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതൊരു നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും, ആവാൻ ചാൻസ് ഉണ്ട്. ബട്ട് എന്താണ്, അത് സിമെട്രി, അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഒന്നും ഉണ്ടായിരിക്കൂല. ഓക്കെ, സോ ഇറ്റ് എന്താണ്, ഒരു പോയിന്റ് എബോയും ഒരു പോയിന്റ് ബിലോയും ആണെങ്കിൽ നമുക്ക് കിട്ടില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, prove that the quadrilateral formed by joining the midpoints of any quadrilateral is a parallelogram. എന്താ പറഞ്ഞത്, ഏത് ചതുർഭുജത്തിന്റെയും വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചു കിട്ടുന്ന ചതുർഭുജം സാമാന്തരികമാണെന്ന് തെളിയിക്കുക. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഒരു ക്വാഡ്രിലാറ്ററൽ. ഇതാണ് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു ക്വാഡ്രിലാറ്ററൽ. പ്രൂവ് that the quadrilateral formed by joining the midpoints of any quadrilateral. ഇനി ഈ ക്വാഡ്രിലാറ്ററലിന്റെ മിഡ് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പം ഈ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ എന്ത് കിട്ടി, ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടി. We want to prove that the quadrilateral formed by joining the midpoints of any quadrilateral. അപ്പൊ നമ്മൾ ഈ ക്വാഡ്രിലാറ്ററൽ കിട്ടിയില്ലേ, ഈ ക്വാഡ്രിലാറ്ററൽ പാരലലോഗ്രാം ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? അപ്പൊ നമ്മൾ ഓരോന്നിനും നമ്മൾ കൊടുക്കുക ABCD എന്ന് കൊടുക്കാം. ABCD. ഇതിന് നമുക്ക് PQRS എന്ന് കൊടുക്കാം. PQRS. ഓക്കെ, അപ്പം നമ്മളെ ABCD എന്ന് പറഞ്ഞൊരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. അതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് നമ്മൾ PQRS എന്ന് പറഞ്ഞ വേറൊരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് PQRS ഈസ് എ പാരലലോഗ്രാം. അപ്പൊ പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മളെ കയ്യിൽ എന്തൊക്കെയുണ്ട് നമുക്കറിയാം. പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് എന്താ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കണം, പാരലൽ ആയിരിക്കണം. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസിലുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഇത് പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്തു, ഒരു ഡയഗണൽ ഡ്രോ ചെയ്തു. അപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ആയാലേ, നമ്മൾ ഈ ചാപ്റ്ററിൽ ട്രയാങ്കിൾ ഡിവിഷൻ ആണല്ലേ പഠിക്കുന്നത്. അപ്പൊ ട്രയാങ്കിൾ ABC കിട്ടി, ട്രയാങ്കിൾ ADCയും കിട്ടി. അപ്പൊ ആദ്യം ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ABC, ഈ ട്രയാങ്കിൾ ABC ഇതാണ് നമ്മളെ ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിൾ ABC നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എന്താ, ഇവിടെ നമ്മൾ Q എന്ന് പറഞ്ഞത് BCയുടെ മിഡ് പോയിന്റ് ആണ്, P എന്ന് പറഞ്ഞത് ABയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര നമ്മളെ തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് PQ പാരലൽ ടു AC ആണ്. PQ പാരലൽ ടു AC. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ ഹാഫ് ആയിരിക്കും. അതുകൊണ്ട് PQ ഈസ് ഈക്വൽ ടു ഹാഫ് AC. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രയാങ്കിൾ ABCയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഈ നെക്സ്റ്റ് നമ്മൾ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അടുത്ത ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ ADC. ട്രയാങ്കിൾ ADC. ഈ ട്രയാങ്കിൾ ADCയിൽ നമുക്കറിയാം R എന്ന് പറഞ്ഞത് എന്താ,
ഡി സിന്റെ മിഡ് പോയിന്റ് ആണ്. എസ് എന്ന് പറഞ്ഞത് എ ഡിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഈ ലൈന് എസ് ആർ എന്ന് പറഞ്ഞ ഈ ലൈൻ എന്തിന് പാരലൽ ആയിരിക്കും? നമ്മുടെ ഡയഗണൽ ആയ എ സിക്ക് പാരലൽ ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് എസ് ആർ പാരലൽ ടു എ സി എന്നുണ്ട്. അതുപോലെ എന്തുണ്ട്? നമ്മളെ എസ് ആർ എന്ന് പറഞ്ഞത് ഹാഫ് എ സി ആയിരിക്കും. ഹാഫ് എ സി. ഇനി നമ്മൾ പറഞ്ഞു ഇത് പാരലലോഗ്രാം ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം എന്താണ്? പി ക്യു പാരലൽ ടു എസ് ആർ ആണെന്നും പ്രൂവ് ചെയ്യണം. അതുപോലെ പി ക്യു ഈസ് ഈക്വൽ ടു എസ് ആർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ദെൻ എസ് പി പാരലൽ ടു ക്യു ആർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ എസ് പി ഈസ് ഈക്വൽ ടു ക്യു ആർ. ഈ 4 കാര്യങ്ങൾ പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പി ക്യു ആർ എസ് എന്ന് പറഞ്ഞത് ഒരു പാരലലോഗ്രാം ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പി ക്യൂവും ഹാഫ് എ സി എന്ന് കിട്ടിയിട്ടുണ്ട്, എസ് ആറും ഹാഫ് എ സി എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം പി ക്യൂവും എസ് ആറും ഹാഫ് എ സി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പി ക്യൂവും എസ് ആറും ഈക്വൽ അല്ലേ? യെസ്, പി ക്യൂ ഈസ് ഈക്വൽ ടു എസ് ആർ. അതുപോലെ പി ക്യു എ സിക്ക് പാരലൽ ആണ്, അതുപോലെ എസ് ആറും എ സിക്ക് പാരലൽ ആണ്. രണ്ടും എ സിക്ക് പാരലൽ ആവുമ്പം വി ക്യാൻ സേ ദാറ്റ് പി ക്യു പാരലൽ ടു എസ് ആർ. പി ക്യു പാരലൽ ടു എസ് ആർ. അപ്പം ഈ ഒരു പ്രൂവ് ഇത് നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് വണ്ണും പ്രൂവ് ചെയ്യുക. അപ്പൊ സെക്കൻഡ് വണ്ണ് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡയഗണലും കൂടെ ഇവിടെ ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പം ഒരു ഡയഗണൽ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ബി ഡി ജോയിൻ ചെയ്ത് വരച്ചു. അപ്പൊ അവിടെയും നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടുന്നില്ലേ? ട്രയാങ്കിൾ എ ബി ഡി. അപ്പൊ ആദ്യം നമ്മൾ ട്രയാങ്കിൾ എ ബി ഡി നോക്കാം. ഈ ട്രയാങ്കിൾ എ ബി ഡിയിൽ പി എന്ന് പറഞ്ഞത് എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. അതുപോലെ എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ എ ഡിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ 2 മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര തേർഡ് ലൈനിന് പാരലൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എസ് പി പാരലൽ ടു എ ബി ആണ്. അതുപോലെ എസ് പി എന്ന് പറഞ്ഞത് എന്താ? ഹാഫ് എ ബി ആണ്. അപ്പൊ നമുക്ക് തേർഡ് ഇക്വേഷൻ കിട്ടി. അതുപോലെ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ട്രയാങ്കിൾ ബി സി ഡി. ട്രയാങ്കിൾ ബി സി ഡി കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിൾ ബി സി ഡിയിൽ ക്യൂ മിഡ് പോയിന്റ് ആണ്, അതുപോലെ ആറും മിഡ് പോയിന്റ് ആണ് അല്ലെ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്യൂ ആർ പാരലൽ ടു ബി ഡി ആണ് എന്ന് പറയാം. ക്യൂ ആർ പാരലൽ ടു ബി ഡി. അതുപോലെ ക്യൂ ആറിന്റെ മെഷർമെന്റ് എന്ത് വരും? ബി ഡിയുടെ ഹാഫ് ആയിരിക്കും. ക്യൂ ആർ ഈസ് ഈക്വൽ ടു ഹാഫ് ബി ഡി. ഹാഫ് ബി ഡി. ക്യൂ ആർ ഈസ് ഈക്വൽ ടു ഹാഫ് ബി ഡി. ഇവിടെയും നമുക്ക് എസ് പി എന്ന് പറഞ്ഞതും ഹാഫ് ബി ഡി ആണ്. ഹാഫ് ബി ഡി ഇതാണ് നമ്മളെ എസ് പി. അപ്പൊ ഇത് ബി ഡിയുടെ ഹാഫ് ആണ് വരിക. അപ്പൊ രണ്ടും നമ്മളെ ഇവിടെയും നമുക്ക് എസ് പി പാരലൽ ടു ബി ഡി ആണ്, എ ബി അല്ല. അപ്പം നമുക്ക് എന്ത് കിട്ടി? തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും കൂടെ എന്ത് കിട്ടി? എസ് പിയും ക്യൂ ആറും ഹാഫ് ബി ഡി ആണ് അല്ലെ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എസ് പി ഈസ് ഈക്വൽ ടു ക്യൂ ആർ. അതുപോലെ എന്ത് കിട്ടിയിട്ടുണ്ട്? എസ് പി പാരലൽ ടു ബി ഡി ആണ്, അതുപോലെ ക്യൂ ആർ പാരലൽ ടു ബി ഡി ആണ്. രണ്ടും ബി ഡിക്ക് പാരലൽ ആയതുകൊണ്ട് എസ് പിയും ക്യൂ ആറും എസ് പി പാരലൽ ടു ക്യൂ ആർ ആയിരിക്കും. എസ് പി. അപ്പൊ നമ്മളെ ഈ ഒരു കണ്ടീഷനും ഈ 2 കണ്ടീഷനും നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. Therefore we can say that PQRS is a parallelogram. Therefore PQRS is a parallelogram. ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യന് ഇതായിരുന്നു. ഈ ഒരു ഫിഗറിൽ പി ക്യു ആർ എസ് പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു. അത് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്തത്? പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് നോക്കുക. എന്നിട്ട് ആ പ്രോപ്പർട്ടി ഒക്കെ ഈ പി ക്യു ആർ എസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? നമ്മൾ പഠിച്ച റിസൾട്ട്സ് ഒക്കെ വെച്ചിട്ട് പി ക്യു ആർ എസ് ഒരു പാരലലോഗ്രാം ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്തു. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ. The next question, second question എന്താ? Explain what should be the original quadrilateral to get the inner quadrilateral as rhombus, rectangle, square. അപ്പൊ നമ്മള് നേരത്തെ
പഠിച്ച ഈ ഒരു ക്വസ്റ്റ്യൻ, നേരത്തെ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻ PQRS, ഈ PQRS ഉള്ളത് എപ്പോഴാണ്? റോംബസ്, റെക്ടാങ്കിൾ, സ്ക്വയർ. എന്താ? അകത്തെ ചതുർഭുജം ചുവടെ പറയുന്ന ഓരോ രൂപങ്ങളുമാകാൻ. നമ്മൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേ? ഇവിടെ നമ്മൾ പറഞ്ഞത് ABCD എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ, ഒരു 4 സൈഡുള്ള ക്വാഡ്രിലാറ്ററൽ നമ്മൾ വരച്ചു. അതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് നമ്മൾ PQRS എന്ന് പറഞ്ഞ വേറൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. എന്നിട്ട് PQRS പാരലലോഗ്രാം ആണ് എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തു അല്ലെ? എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്? നമുക്കറിയാം പാരലലോഗ്രാമില് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. Therefore PQ parallel to SR, PQ is equal to SR. അത് പ്രൂവ് ചെയ്യണം. അതുപോലെ SP parallel to QR, SP is equal to QR. അതും പ്രൂവ് ചെയ്യണം. അത് രണ്ടും പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? ട്രയാങ്കിളിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ അറിയാം. അതുകൊണ്ട് ആദ്യം നമ്മൾ AC ജോയിൻ ചെയ്ത്, അപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ ADCയും. ട്രയാങ്കിൾ ABCയിൽ നമുക്ക് PQയും ACയും പാരലൽ ആണെന്ന് കിട്ടി. കാരണം Pയും Qയും മിഡ് പോയിന്റ് ആണ്. അത് രണ്ടും ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. അതുപോലെ അത് മൂന്നാമത്തെ സൈഡിന്റെ ഹാഫ് ആയിരിക്കും. അതുകൊണ്ട് PQ is equal to half AC എന്ന് നമുക്ക് കിട്ടി. അതുപോലെ തന്നെയാണ് അടുത്ത ട്രയാങ്കിൾ എടുത്തു. SRും ACയും പാരലൽ ആണെന്ന് കിട്ടി. SR എന്ന് പറഞ്ഞാൽ ഹാഫ് AC ആണെന്ന് കിട്ടി. രണ്ടും ഹാഫ് AC ആയതുകൊണ്ട് PQയും SRും ഈക്വൽ ആണ്. അതുപോലെ രണ്ടും AC-ക്ക് പാരലൽ ആയതുകൊണ്ട് PQയും SRും പാരലൽ ആണ്. അതുപോലെ നമ്മൾ AC അടുത്ത ഡയഗണൽ ജോയിൻ ചെയ്ത് വരച്ചു. ഇത് സെയിം മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. SPയും BDയും പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ SP എന്ന് പറഞ്ഞാൽ ഹാഫ് BD ആണ്. ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ RQയും BDയും പാരലൽ ആണ്. RQ എന്ന് പറഞ്ഞാൽ ഹാഫ് BD ആണ്. അത് രണ്ടും ഹാഫ് BDക്ക് ഈക്വൽ ആയതുകൊണ്ട് SPയും QRും ഈക്വൽ ആണ്. SPയും QRും ഈക്വൽ ആണ്. രണ്ടും എന്താണ്? BDക്ക് പാരലൽ ആയതുകൊണ്ട് SP പാരലൽ ടു QR. അപ്പൊ നമ്മളെ കണ്ടീഷൻ ഒക്കെ കിട്ടി. അതുകൊണ്ട് നമ്മൾ ഇതൊരു പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്തു. അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതൊരു ക്വാഡ്രിലാറ്ററൽ, ആ ക്വാഡ്രിലാറ്ററലിന്റെ ഉള്ളിലത്തെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചപ്പോ ഇവിടെ നമ്മൾ പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് ചോദിച്ചത്? അകത്തെ ചതുർഭുജം ചുവടെ പറയുന്ന ഓരോ രൂപങ്ങളുമാകാൻ ആദ്യത്തെ ചതുർഭുജത്തിന്റെ സവിശേഷതകൾ എന്തായിരിക്കണമെന്ന് വിശദീകരിക്കുക. നമ്മൾ നേരത്തെ ജസ്റ്റ് ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു, അതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ച് അതൊരു പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്തു. ഇവിടെ നമ്മളോട് ചോദിച്ചത് ഒറിജിനൽ ക്വാഡ്രിലാറ്ററൽ, ഇന്നർ ക്വാഡ്രിലാറ്ററൽ റോംബസ് ആവണമെങ്കിൽ അതിന്റെ ഒറിജിനൽ ക്വാഡ്രിലാറ്ററൽ, ആദ്യത്തെ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? നമുക്കറിയാം ഒരു റെക്ടാങ്കിൾ, റെക്ടാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഓരോന്നും 90 ഡിഗ്രി ആണ്. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? റോംബസ് കിട്ടും. അപ്പം റെക്ടാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് റോംബസ് കിട്ടും. ഇനി അങ്ങനെയാണെങ്കിൽ സ്ക്വയറോ? സ്ക്വയറിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചാൽ നമുക്ക് എന്താ കിട്ടുക? നോക്കാം. സ്ക്വയർ എന്ന് പറഞ്ഞാല് എല്ലാ സൈഡ്സും ഈക്വൽ അല്ലേ? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ തന്നെയല്ലേ കിട്ടുക? നമ്മൾ ഇതുപോലെ നമ്മൾ എന്താണ് മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആക്കി വരച്ചു നോക്കിയാൽ മതി. സ്ക്വയറിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ എഗെയിൻ എല്ലാ സൈഡ്സും ഈക്വൽ, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ തന്നെ ആയിരിക്കും കിട്ടുക. ഓക്കെ. അപ്പൊ നമുക്ക് റെക്ടാങ്കിളിന്റെ ഉള്ളിൽ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ റോംബസിന്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ സ്ക്വയറിന്റെ നോക്കുക. ആദ്യം സ്ക്വയർ വരച്ച് നോക്കുക. സ്ക്വയറിന്റെ ഉള്ളിലത്തെ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ എന്താ കിട്ടുന്നത്, ഏത് ഫിഗറാ കിട്ടുന്നത് നോക്കുക. അതുപോലെ പാരലലോഗ്രാം വേണമെങ്കിൽ ഇങ്ങനെ ഡ്രോ ചെയ്തിട്ട് അതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ ഏത് ഫിഗർ ആണ് കിട്ടുക. അപ്പൊ എല്ലാ ക്വാഡ്രിലാറ്ററൽസും അതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ ഏത് ഫിഗർ ആണ് കിട്ടുക എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മളെ ഈ ഒരു പാർട്ടിലുള്ളത്. നമ്മള് കുറെ റിസൾട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ ജസ്റ്റ് ആ റിസൾട്ട്സുകൾ, ആ കൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ റെഡി ആക്കി എടുത്താൽ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു ടഫും ഇല്ല. നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ റിസൾട്ട്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് ആ റിസൾട്ട്സ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് റിമൈനിങ് ബാക്കിയുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. താങ്ക് യു.